ഈശോയിൽ പ്രിയരെ, ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്ലാൻ പാളി മെത്രാപോലീസ് കഴിഞ്ഞ ഡിസംബർ 31 എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്തു എന്നറിയുന്നു. ആ പരാതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രസക്തമായ ചില ഭാഗങ്ങളാണ് ഇവിടെ ചിന്താ വിധേയമാക്കപ്പെടുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 3-ാം പാരഗ്രാഫിൽ സിറോ മലബാർ സഭയിൽ ഏകീകൃത ബലിയർപ്പണവുമായി തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ആഗോളതലത്തിൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. പാമ്പെ താങ്കൾ അധികാരിയായിരിക്കുന്ന തലശ്ശേരി രൂപതയിൽ പോലും ഇത്തരമൊരു തർക്കമില്ല. ഈ തർക്കം നിലനിൽക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണ്. പിന്നെ എങ്ങനെ ഇത് ആഗോളതലത്തിൽ കാതോലികമായി തർക്കം നിലനിൽക്കുന്നുവെന്ന് താങ്കൾക്ക് പറയാനാവുക? അവിടെയും ഇവിടെയുമൊക്കെ ചില വിഷബീജങ്ങൾ, ചില കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ മറ്റുള്ളവങ്ങളിൽ പ്രശ്നങ്ങൾ പരിമിതമാണ്. രണ്ടാമത്തെ കാര്യം, സിനഡ് ഏകീകൃത ബലിയർപ്പണം നടത്തുന്ന രീതികളുമായി ബന്ധപ്പെട്ടൊരു സമവായ സംവിധാനം രൂപീകരിച്ചു എന്ന് താങ്കളുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നു. എവിടെയാണ് സമവായം ഉണ്ടാക്കിയിരിക്കുന്നത്? ഇക്കഴിഞ്ഞ സിനഡാനന്തര സർക്കുലറിൽ പോലും ഏകീകൃത കുർബാന ഘട്ടം ഘട്ടമായി തന്നെ നടപ്പിലാക്കും എന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് സമവായം? താങ്കൾ ശുദ്ധ നുണയല്ലേ പറഞ്ഞത്? കള്ളന് കഞ്ഞി വെച്ചവന്റെ കഞ്ഞിക്കലത്തി കൈട്ട് വാരി കുടിച്ചു എന്ന് മാത്രമല്ല, അതിവിടുന്ന് തവിക്കണ കൂടി മോട്ടിച്ചുകൊണ്ട് പോകുന്നവന്റെ ഭാഷ്യമല്ലേ താങ്കളുടെ അധരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു വീണിരിക്കുന്നത്? എവിടെയാണ് സമവായം ഉണ്ടാക്കിയത്? അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ പ്രസിദ്ധീകരിക്കാൻ താങ്കൾ ബാധ്യസ്ഥനാണ്. അത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ എത്തിക്കേണ്ടതുണ്ട്. കോടതിയിലിരിക്കുന്ന താങ്കളെ പോലെ കണ്ടിച്ചേമ്പ് കൃഷിയിൽ ഗവേഷണാനന്തര ബിരുദമുള്ളവരല്ല. തലയിൽ ആൾപ്പാർക്കും നിയമബോധ്യങ്ങളും ഒക്കെ ഉള്ളവർ തന്നെയാണ്. മാത്രവുമല്ല, പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശത്തിന് വിധേയമായി ഒരു സമവായ തീരുമാനമെടുക്കാൻ സിറോ മലബാർ സഭയുടെ സിനഡിന് എന്ത് അധികാരമാണുള്ളത്? ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഇന്ത്യയുടെ പരമോന്നത നിയമ നിർമ്മാണ സംവിധാനങ്ങൾക്കും വിരുദ്ധമായി കൊച്ചിൻ കോർപ്പറേഷന് നിയമമുണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്ന ഭോഷത്വം വിഡ്ഢിയാന്മാരുടെ തലയിൽ മാത്രം ഉരിച്ചുയരുന്ന ആശയമാണ്. അങ്ങനെ വന്നാൽ രാജ്യ നിയമത്തിന് വിധേയമാക്കപ്പെട്ട് ആ നിയമത്തിന് രൂപകൽപ്പന നടത്തിയ മുഴുവൻ ആളുകളും അകത്ത് കിടക്കേണ്ടി വരും. മറ്റൊരു കാര്യം, 1/12/2025 മുതൽ ബസിലിക്ക തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് താങ്കൾ തന്നെ പറഞ്ഞിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു. അതിന്റെ അർത്ഥം താങ്കൾ കോടതിയലക്ഷ്യ നടപടിക്ക് വിധേയമാക്കപ്പെടണം. അവിടെ ദൈവാലയം തുറന്നു പ്രവർത്തിക്കരുത് എന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ താങ്കൾ ഏത് അധികാരം ഉപയോഗിച്ചിട്ടാണ് ആ ദൈവാലയം തുറന്ന് പ്രവർത്തിച്ചത്? എന്തിനു വേണ്ടിയാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്? അവിടെ തുറന്ന് പ്രവർത്തിക്കുന്നത് വിശ്വാസ സമൂഹത്തിന് ആരാധന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ പാമ്പിന്റെ ആട്ടം കാണാൻ വേണ്ടിയല്ല. പത്തി വിടർത്തിയാടുന്ന പാമ്പിന്റെ കലാവൈഭവം ആസ്വദിക്കാനല്ല ദൈവാലയം തുറക്കപ്പെടുന്നത്. അത് ദൈവജനത്തിന് ആരാധന നടത്താൻ വേണ്ടിയാണ്. തൽക്കാലം അത് നടത്താൻ പാടില്ല എന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ടായിരിക്കെ താങ്കൾ തന്നെ എഴുതി കൊടുത്തിരിക്കുന്നു തുറന്നു പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ പരസ്യമായി രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന അഹങ്കാര ജടിലമായൊരു പ്രവൃത്തിയായിട്ട് അതിനെ പരിഗണിക്കേണ്ടതുണ്ട്. കോടതി സ്വമേധയാ ഇതിന് കേസെടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എനിക്ക് നിയമപരമായ വലിയ പരിജ്ഞാനമൊന്നുമില്ലെങ്കിൽ പോലും ഒരു ബോധ്യം ഞാൻ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ കേസുണ്ടാകുമോ അകത്തൊരു ചെയ്താലും നഷ്ടമില്ല. കാരണം ഞങ്ങളുടെ വിജയണ്ണൻ ശമ്പളം കൂട്ടി തന്നിട്ടുണ്ട്, അതുകൊണ്ട് കാശ് കൂടുതൽ കിട്ടും. അതവിടെ കിടക്കട്ടെ. അതുകൊണ്ട് പാമ്പും പാമ്പിന്റെ കൂട്ടുകാരൻ കോണിയും കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ അഭ്യാസം ഇറക്കിയാൽ
അത് സിറോ മലബാർ സഭയുടെ പതനത്തിന് കാരണമാകരുത്. കാരണം നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ ചില കോമാളികളുടെ കോമാളിത്തരമായി കണ്ട് വിശ്വാസ സമൂഹം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയും. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകൾ നിങ്ങൾക്കെതിരായി വിരൽ ചൂണ്ടും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല, സംശയമില്ല എന്ന യാഥാർത്ഥ്യം അറിയിച്ചുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.